പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇന്ത്യയെ കണ്ണീരണിയിച്ച് മറ്റൊരു വിമാന ദുരന്തം കൂടി വന്നെത്തിയിരിക്കുകയാണ്. രാജ്യത്തെ ഞെട്ടിച്ച് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലേക്കുള്ള എയർ ഇന്ത്യയുടെ 171 ബോയിങ് ഡ്രീം ലൈൻ 787 നമ്പർ വിമാനം ജനവാസ കേന്ദ്രത്തിൽ തകർന്നു വീണു. ഗുജറാത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി അടക്കം 241 പേർ മരണമടഞ്ഞു. അപകടത്തിനിരയായവരിൽ ഒരു മലയാളി അടക്കം 169 ഇന്ത്യക്കാരും 53 ബ്രിട്ടീഷുകാരും 7 പോർച്ചുഗീസുകാരും ഒരു കന്നഡ സ്വദേശിയും ഉൾപ്പെടുന്നു. 2 പൈലറ്റുമാരും 12 ക്യാബിൻ ജീവനക്കാരും മരിച്ചു. എന്നാൽ എമർജൻസി വാതിലിന് സമീപത്തെ 11A എന്ന സീറ്റിലെ യാത്രക്കാരനായ വിശ്വാസ് രമേഷ് കുമാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലണ്ടനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന രജിത ജി നായരാണ് മരിച്ച മലയാളി. വിമാനം ആദ്യം ഇടിക്കുന്നത് BJ മെഡിക്കൽ കോളേജ് സിവിൽ ആശുപത്രിയുടെ മെസ് കെട്ടിടത്തിലാണ്. തുടർന്ന് സീനിയർ റെസിഡൻസ് ഡോക്ടർമാർ താമസിക്കുന്ന അതുല്യം ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കും ചെന്നടിച്ചു. കാര്യമായ കേടുപാടുകൾ ഉണ്ടായെങ്കിലും ആളപായമൊന്നുമില്ല. സാങ്കേതിക തകരാറാണ് അപകട കാരണമെന്ന് പ്രാഥമിക നിഗമനം. തകർച്ചയ്ക്ക് മുമ്പ് വിമാനത്തിൻ്റെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് അപായവിളി നടത്തിയിരുന്നു. പക്ഷേ പിന്നീട് ACTക്ക് വിമാനവുമായി ബന്ധപ്പെടാനായില്ല. പിന്നാലെ ദുരന്തം ഓടിയെത്തുകയായിരുന്നു. ആധുനിക ലോകം മനുഷ്യരാശിക്ക് നൽകിയ സൗകര്യങ്ങൾ ചിലപ്പോഴെങ്കിലും ഇത്തരം ആപത്തുകൾക്ക് വഴിമാറുന്നു. നഷ്ടപ്പെട്ടത് വിലപ്പെട്ട ജീവനുകളാണെന്ന് ഓർക്കുമ്പോൾ മനം തകരുകയാണ്. അവരുടെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് കേൾക്കാം.